3 പ്രാവശ്യത്തേക്ക് മുകളിൽ ഗർഭം അലസി പോണാൽ പിന്നെ 60% ചാൻസസ് ഉണ്ട് സക്സസ്ഫുൾ പ്രഗ്നൻസി കിട്ടുക. മാതൃത്വം അത്ഭുതകരവും അതിശയകരവുമായ ഒരു അനുഭവമാണ്. ഗർഭകാലം ആസ്വാദികരവും ആരോഗ്യപരവും ആക്കി മാറ്റിയാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ വളർച്ചയെയും ആരോഗ്യത്തെയും അത് നല്ല രീതിയിൽ സ്വാധീനിക്കും. By recurrent pregnancy loss, we mean that there is at least 3 or more consecutive pregnancy loss, irrespective of the previous pregnancy outcome, and this can be modified, and a successful pregnancy can be obtained by pre-pregnancy examination and pre-pregnancy evaluation by a qualified doctor, and where proper setup where all the facilities are available for its diagnosis and treatment. 1, 2, 3 പ്രാവശ്യം അബോർഷൻ ആയാലും അതായത് മിസ്കാരേജ് ആയാലും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഇങ്ങനെയുള്ളവർക്ക് 60% ഗർഭധാരണം സാധ്യമാണ്, കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട, ഇതിനെപ്പറ്റി ബേജാറാവാതിരുന്നാൽ തന്നെ കാര്യങ്ങൾ നന്നായി നടക്കും. എന്നാൽ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ചില ആപൽക്കരമായ ഘട്ടങ്ങൾ ഗർഭിണിയെ അലട്ടുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇതാണ് തുടർച്ചയായ ഗർഭം അലസൽ. നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല മാറ്റങ്ങൾക്ക് ഒപ്പം തന്നെ ഈ ഒരു പ്രതിഭാസം നല്ലൊരു ശതമാനം സ്ത്രീകളിലും സംഭവിക്കുന്നു. ഗർഭകാലത്തിന്റെ ആദ്യ 20 ആഴ്ചകളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസമാണ് മിസ്കാരേജ്. ഇത് നിരവധി കാരണങ്ങൾ വൈദ്യശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.